നമസ്കാരം. കേരള നവോത്ഥാന ചരിത്രത്തിലെ വനിതകൾ പാർട്ട് 1. കേരളത്തിൻ്റെ നവോത്ഥാന കാലത്തെ വിവിധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം വഹിച്ച സ്ത്രീകളും അവരുടെ ജീവിതത്തിൻ്റെ സംക്ഷിപ്ത വിവരണവും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യത്തെ വ്യക്തി ആനി മസ്ക്രീൻ. ജീവിത കാലഘട്ടം 1902 to 1963. ലോക്സഭയിലെത്തിയ ആദ്യ മലയാളി വനിത, തിരുവിതാംകൂറിലെ ആദ്യ വനിതാ മന്ത്രി. രണ്ടാമത്തെ വ്യക്തി അക്കമ്മ ചെറിയാൻ. 1909 to 1982 കാലഘട്ടം. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്നു. ജീവിതം ഒരു സമരം. ആത്മകഥയുടെ പേര് 1114 കഥ. മറ്റൊരു കൃതി. ദാക്ഷായണി വേലായുധൻ. 1912 to 1978 കാലഘട്ടം. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിലെ അംഗം. കേരളത്തിലെ ആദ്യത്തെ ദളിത് വനിതാ നിയമസഭാംഗം. ആനി തയ്യിൽ. 1918 to 1993. ലോക ക്ലാസിക്കുകൾ പരിചയപ്പെടുത്തിയ വനിതയാണ് ആനി തയ്യിൽ. ആത്മകഥയുടെ പേര് ഇടങ്ങഴിയിലെ കുരിശ്. മറ്റു കൃതികൾ മോൾ എൻ്റെ, മോൻ നിൻ്റെ, ജോവാൻ ഓഫ് ആർക്ക്, ലാൽ ബഹദൂർ ശാസ്ത്രി. അമ്മു സ്വാമിനാഥൻ. 1894 to 1978. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ, താൽക്കാലിക പാർലമെൻറ്റ്, ലോക്സഭ, രാജ്യസഭ എന്നീ വ്യത്യസ്ത നിയമനിർമ്മാണ സഭകളിൽ അംഗമായ ഏക മലയാളി വനിത. അന്ന ചാണ്ടി. 1905 to 1996. ആദ്യ വനിതാ ജഡ്ജി. 1930 മലയാളത്തിലെ ആദ്യ വനിതാ മാസികയായ ശ്രീമതി ആരംഭിച്ചു. ആത്മകഥയുടെ പേര് ആത്മകഥ. ലക്ഷ്മി എൻ മേനോൻ. 1899 to 1994. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത. 1962 ചൈനീസ് ആക്രമണകാലത്ത് ഇന്ത്യയുടെ നിലപാട് ലോകരാഷ്ട്രങ്ങളെ അറിയിച്ച വിദേശകാര്യ സഹമന്ത്രി കൂടിയായിരുന്നു. കൃതിയുടെ പേരാണ് ദി പൊസിഷൻ ഓഫ് വിമൻ.